മുഹമ്മദ് അലി ജിന്നയ്ക്ക് വഴങ്ങി ജവഹർലാൽ നെഹ്റു വന്ദേ മാതരത്തെ കുരുതി കൊടുത്തു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വർഗീയവാദികളുടെ ജൽപ്പനങ്ങൾ പ്രധാനമന്ത്രി ഏറ്റെടുക്കുകയാണെന്ന് പ്രിയങ്ക ഗാന്ധി. എല്ലാ ഇന്ത്യക്കാർക്കും മാതൃകയാകേണ്ട ഗാനത്തെ മുറിച്ചെടുത്തത് അന്നത്തെ മുസ്ലിം ലീഗിന്റെ ആവശ്യം പരിഗണിച്ചാണെന്നാണ് പ്രധാനമന്ത്രിയുടെ ആരോപണം. ദേശീയ പ്രസ്ഥാനത്തിനിടയിൽ വലിയ ചർച്ചകളും സംവാദങ്ങളും ഒക്കെയും നടന്ന വിഷയമാണ് വന്ദേ മാതരം. 1937 ഒക്ടോബർ മാസത്തിലാണ് വന്ദേ മാതരത്തിന്റെ ആദ്യ 2 ഖണ്ഡിക ചൊല്ലിയാൽ മതിയെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തീരുമാനിക്കുന്നത്. മറ്റുള്ള വരികൾ അപ്രസക്തമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ ഭാഗം തിരഞ്ഞെടുത്തത് എന്നാണ് അന്നത്തെ ചർച്ചകൾ കാണിക്കുന്നത്. രബീന്ദ്രനാഥ ടാഗോർ ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശം കോൺഗ്രസ് അംഗീകരിക്കുകയായിരുന്നു എന്നാണ് രേഖകളിൽ. ആദ്യത്തെ 2 ഖണ്ഡികയാണ് ദേശീയ സമ്മേളനങ്ങളിൽ ചൊല്ലേണ്ടത് എന്ന് ടാഗോർ പ്രത്യേകം എഴുതുകയും ചെയ്തിരുന്നു. ടാഗോറും മഹാത്മാഗാന്ധി, മുഹമ്മദ് അലി ജിന്നയും ഒക്കെ വിഷയത്തിൽ ശക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞവരാണ്. ആ അഭിപ്രായങ്ങളിലൊക്കെ ഭിന്നതയുടെയും യോജിപ്പിന്റെയും ഭാഗങ്ങളും ഉണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റുവിനും വ്യക്തമായ അഭിപ്രായം ഈ വിഷയത്തിലുണ്ടായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് സ്വീകരിച്ചതിൽ നിന്നും ഭിന്നമായ അഭിപ്രായം ഗാന്ധിജിയും സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയുടെ ദേശീയ നയം രൂപപ്പെട്ടു വന്നത്. അന്നത്തെ ചർച്ചകളുടെ പേരിൽ ആരെയെങ്കിലും കുറ്റക്കാരനാക്കാമോ? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. വന്ദേ മാതരത്തിൽ നെഹ്റുവും ജിന്നയും പറഞ്ഞത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ആനന്ദ മഠിൽ നിന്നും വന്ദേ മാതരം എടുക്കുമ്പോൾ തന്നെ ഗഹനമായ ചർച്ചകളും രാജ്യത്ത് നടന്നിരുന്നു. ആനന്ദമഠം എന്ന നോവൽ മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ ഹിന്ദു സന്യാസിമാർ നടത്തുന്ന കലാപത്തിന്റെ കഥയാണ്. ആ നോവൽ തന്നെ വർഗീയമായി ഒരു വശത്ത് നിലയുറപ്പിക്കുന്നു എന്ന വിമർശനം അക്കാലത്തെ നേരിട്ടിരുന്നു. അമ്മയെ വണങ്ങുന്നതും വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നതും പോലുള്ള ബിംബങ്ങൾ മാത്രമായിരുന്നില്ല മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ചത്. മുസൽമാന്മാർക്കെതിരെ വെറുപ്പ് വിതയ്ക്കുന്ന വരികൾ ആ പദ്യത്തിലുണ്ടെന്ന് മുഹമ്മദ് അലി ജിന്ന പ്രസംഗിക്കുന്നത് 1938 ഒക്ടോബർ മാസത്തിലാണ്. കറാച്ചിയിൽ ചേർന്ന മുസ്ലിം ലീഗ് കോൺഫറൻസിലാണ് ജിന്ന ഈ അഭിപ്രായം പറഞ്ഞത്. കോൺഗ്രസ് ഏറ്റെടുക്കാൻ പോകുന്ന ഗാനത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ടെന്നും മുഹമ്മദ് അലി ജിന്ന പ്രസംഗിച്ചു. ഇതോടെ കോൺഗ്രസിലും ആശയക്കുഴപ്പമായി. ഗാനം പൂർണ്ണമായും എടുക്കാം എന്ന് വാദിച്ചിരുന്ന സുഭാഷ് ചന്ദ്രബോസ് അഭിപ്രായം തേടി ടാഗോറിന് കത്തയച്ചു. നെഹ്റുവും പ്രത്യേകം ടാഗോറിനോട് അഭിപ്രായം തേടി. ടാഗോർ നെഹ്റുവിന് അയച്ച മറുപടി നോക്കാം. ഈ കവിതയുടെ ആദ്യ ഭാഗത്തിലുള്ള ഭക്തിയും സൗകുമാര്യവും നമ്മുടെ മാതൃഭൂമിയുടെ സവിശേഷവുമായ മനോഹരമായ പ്രത്യേകതകൾക്ക് ഊന്നൽ നൽകുന്നതാണ്. അതെന്നെ പ്രത്യേകമായി സ്വാധീനിച്ചു. എന്നാൽ ആ കവിതയിലെ മറ്റു ഭാഗങ്ങളെ വേർപെടുത്തി മാറ്റുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ആ പുസ്തകത്തിൽ പറയുന്ന കാര്യത്തിൽ നിന്ന് ആദ്യത്തെ ഈ ഭാഗത്തെ മാറ്റിയെടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നും ഞാൻ കരുതുന്നില്ല. എന്നാൽ ഈ കവിത പൂർണ്ണമായും എടുത്താൽ മുസ്ലിങ്ങൾക്ക് മുറിവേൽക്കും എന്ന് സമ്മതിക്കാൻ എനിക്ക് മടിയുമില്ല. ഇതിലെ ആദ്യ 2 ഖണ്ഡിക മാത്രമായി ദേശീയ ഗാനമായി ഏറ്റെടുക്കുന്നത് കൊണ്ട് മറ്റു ഖണ്ഡികകളെ കുറിച്ചോ പുസ്തകത്തിൽ പറയുന്ന ആശയങ്ങളെ കുറിച്ചോ ആരും ചിന്തിക്കുമെന്നും കരുതാൻ വയ്യ. ആദ്യത്തെ 2 ഖണ്ഡികയ്ക്ക് പ്രത്യേക സ്വഭാവം കൈവരുകയും അത് തനിയെ നിൽക്കുകയും ചെയ്യും എന്നതിൽ എനിക്ക് സംശയമില്ല. ഇതാണ് ടാഗോർ നെഹ്റുവിന് നൽകിയ മറുപടി. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ജവഹർലാൽ നെഹ്റു സ്വീകരിച്ച മറുപടി രബീന്ദ്രനാഥ ടാഗോറിന്റേതാണ്. ജിന്ന പറഞ്ഞത് കേട്ട് നെഹ്റു നിലപാടെടുത്തു എന്ന് പ്രധാനമന്ത്രി പറയുന്നത് ചരിത്ര നിഷേധമാണ്. മാത്രവുമല്ല, ടാഗോർ മറ്റൊന്നുകൂടി ആ കത്തിൽ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ 2 ഖണ്ഡികയ്ക്ക് തനതായ നിലനിൽപ്പുണ്ടെന്നും അത് ചൊല്ലുന്നത് കൊണ്ട് ഏതെങ്കിലും വിഭാഗത്തെ വ്രണപ്പെടുത്തുന്നില്ല എന്നുമായിരുന്നു ആ വരികൾ. ആദ്യത്തെ 2 ഖണ്ഡിക സ്വീകരിക്കാനുണ്ടായ പ്രധാന കാരണം ടാഗോറിന്റെ ഈ നിലപാടായിരുന്നു. സവ്യസാചി ഭട്ടാചാര്യ എഴുതിയ വന്ദേ മാതരം ഒരു ഗാനത്തിന്റെ ആത്മകഥ എന്ന പുസ്തകത്തിലാണ് ടാഗോർ നെഹ്റുവിന് എഴുതിയ ഈ കത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഗാന്ധിജിക്ക് ഈ ഗാനത്തിന്റെ കാര്യത്തിൽ അല്പം വ്യത്യസ്തമായ ഒരു അഭിപ്രായം കൂടി ഉണ്ടായിരുന്നു. ഈ ഗാനത്തോട് ആദരവുണ്ടെന്നും എന്നാൽ ഇതിനെ എതിർക്കുന്നവരുടെ മുന്നിൽ ഇത് ചൊല്ലേണ്ടതില്ല എന്നുമായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം. 1939 ജൂലൈ മാസം 1 ഗാന്ധിജി ഹരിജനിൽ എഴുതിയത് ഇങ്ങനെയാണ്: വന്ദേ മാതരത്തിന്റെ ഉറവിടം ഏതാണെന്നത് വലിയ പ്രാധാന്യമുള്ളതല്ല. ഈ വരികൾക്ക് സാമ്രാജ്യത്വ വിരുദ്ധമായ ഒരു നിലപാടുണ്ട്. അത് ഒരു ഹിന്ദു ഗാനമാണെന്നോ ഹിന്ദുക്കൾക്ക് മാത്രമാണെന്നോ തോന്നിയിട്ടില്ല. നിർഭാഗ്യവശാൽ നമ്മൾ ഇപ്പോ നല്ല കാലത്തല്ല നിലയുറപ്പിച്ചിരിക്കുന്നത്. സമൂഹത്തിനിടയിൽ വിഭജനമുണ്ട്. അതുകൊണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇടകലർന്നിരിക്കുന്ന സദസ്സിൽ ഇത് ചൊല്ലി ഒരു സംഘർഷമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ഈ ഗാനം മുഴുവനായി ചെല്ലാത്തതിനുള്ള കാരണം ഗാന്ധിജിയുടെ നിലപാടിൽ വളരെ വ്യക്തമാക്കി വരുന്നുണ്ട്. ആർക്കും മുറിവുണ്ടാക്കുകയായിരുന്നില്ല എന്ന് ടാഗോർ പറഞ്ഞ ആദ്യ ഭാഗം പോലും സമ്മിശ്ര സദസ്സിന് മുന്നിൽ ചൊല്ലേണ്ടതില്ലെന്നാണ് ഗാന്ധിജി എടുത്ത നിലപാട്. ഇവിടെയാണ് നെഹ്റുവിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് ചരിത്രത്തിന്റെ നിഷേധമാകുന്നത്. കോൺഗ്രസിന്റെ ഏതെങ്കിലും സദസ്സിൽ ഈ ഗാനം ചൊല്ലുന്നതിൽ ആരെങ്കിലും വിയോജിപ്പറിയിച്ചാൽ പിന്നെ ചൊല്ലാൻ പാടില്ല എന്നും ഗാന്ധിജി നിർദ്ദേശം നൽകുന്നുണ്ട്. ഹരിജനിൽ തന്നെയാണ് രണ്ടാമത്തെ ഈ നിർദ്ദേശവും പ്രസിദ്ധീകരിച്ചത്. ജിന്നയുടെ വാക്കുകൾ കേട്ട നെഹ്റു നയം മാറ്റി എന്ന് പറയാനുള്ളതൊന്നും ചരിത്രത്തിൽ കാണാനുമില്ല. ഗാന്ധിജിയും ടാഗോറും ഒക്കെയും സ്വീകരിച്ച നിലപാടുകളാണ് വന്ദേ മാതരത്തിന്റെ കാര്യത്തിലുണ്ടായത്. ടാഗോറിനേക്കാൾ കർക്കശമായ നിലപാടാണ് ഗാന്ധിജി ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പക്ഷേ പാർലമെന്റിൽ പറഞ്ഞത് മറ്റൊരു കാര്യമാണ്. ജിന്നയുടെ വാദത്തെ അപലപിക്കേണ്ടിയിരുന്ന നെഹ്റു അത് ചെയ്തില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. 5 ദിവസത്തിനു ശേഷം ആ വികാരത്തോട് യോജിപ്പറിയിച്ച് സുഭാഷ് ചന്ദ്രബോസിന് കത്തയക്കുകയാണ് നെഹ്റു ചെയ്തത് എന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. ആനന്ദമഠം നോവലിന്റെ പശ്ചാത്തലം മുസ്ലിങ്ങളെ അസ്വസ്ഥപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് നെഹ്റു കത്തിൽ പറഞ്ഞത്. തുടർന്ന് നടന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ വന്ദേ മാതരത്തിന്റെ സുപ്രധാന വരികൾ നീക്കം ചെയ്തു. പ്രീണന രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദത്തിൽ കോൺഗ്രസ് വന്ദേ മാതരത്തെ വിഭജിച്ചു. പിന്നീട് ഇന്ത്യയുടെ വിഭജനത്തിനും കോൺഗ്രസിന് വഴങ്ങേണ്ടി വന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോ മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് ആയി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞതാണ്. മഹാത്മാഗാന്ധിയുടെ ആഗ്രഹങ്ങളെ പോലും മറികടക്കാൻ കെൽപ്പുള്ളവർ ആരായിരുന്നുവെന്നുമാണ് പ്രധാനമന്ത്രി ചോദിച്ചത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് ശക്തമായ മറുപടിയാണ് പ്രിയങ്ക ഗാന്ധി നൽകിയത്. 1896 രവീന്ദ്രനാഥ ടാഗോർ ഒരു സമ്മേളനത്തിൽ വന്ദേ മാതരം ചൊല്ലിയെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്നാൽ അത് കോൺഗ്രസ് യോഗമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി മനഃപൂർവ്വം പറഞ്ഞില്ലെന്ന് പ്രിയങ്ക മറുപടി നൽകി. സുഭാഷ് ചന്ദ്രബോസിന് നെഹ്റു എഴുതിയ കത്ത് പ്രധാനമന്ത്രി വായിച്ചു. എന്നാൽ ഇതേ വിഷയത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് നെഹ്റുവിന് നേതാജി അയച്ച കത്ത് വായിച്ചില്ല. ബോസിന് നെഹ്റു അയച്ച കത്തിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് പ്രധാനമന്ത്രി വായിച്ചത്. വന്ദേ മാതരത്തോടുള്ള എതിർപ്പ് വർഗീയവാദികളുടെ സൃഷ്ടിയാണെന്ന് നെഹ്റു പറയുന്ന ഭാഗം പ്രധാനമന്ത്രി മനഃപൂർവ്വം ഒഴിവാക്കി. വിഷയത്തിൽ നെഹ്റു കൊൽക്കത്തയിൽ പോയാണ് ടാഗോറിനെ കണ്ടത്. ആദ്യ 2 ഖണ്ഡിക ദേശീയ ഗാനമായി സ്വീകരിക്കാൻ ടാഗോർ നിർദ്ദേശിച്ചത് എന്ന സത്യവും പ്രധാനമന്ത്രി പറഞ്ഞില്ലെന്ന് പ്രിയങ്ക ചൂണ്ടിക്കാണിച്ചു. 1950 ദേശീയ ഗീതമായി വന്ദേ മാതരം അംഗീകരിച്ചപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി ഉൾപ്പെടെയുണ്ടായിരുന്നു. ആരും വിയോജിപ്പ് പറഞ്ഞില്ലെന്ന കാര്യം മറക്കരുത് എന്നും കോൺഗ്രസ് പ്രധാനമന്ത്രിയെ ഓർമ്മിപ്പിച്ചു. ചരിത്രത്തിന്റെ പേരിൽ നെഹ്റുവിനെ ക്രൂശിക്കുന്ന രാഷ്ട്രം അത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ലല്ലോ, അത് 11 വർഷമായി തുടരുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രിയങ്ക ഗാന്ധിയും തമ്മിലുള്ള ഒരു വാക്കേറ്റമായി ഈ വിഷയം അവതരിപ്പിക്കപ്പെടേണ്ടത് പോലുമില്ല. ചരിത്രത്തിൽ ഓരോ ഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾക്കും ഓരോരോ അർത്ഥമുണ്ട്. അതിനെ ഇന്നിന്റെ രാഷ്ട്രീയമായി കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നെഹ്റുവും ഗാന്ധിജിയും നേതാജിയും ഒക്കെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ പറഞ്ഞ 1 or 2 വാചകം മാത്രം എടുത്ത് അവരുടെ രാഷ്ട്രീയത്തെ തള്ളാനാവില്ല. അവരുടെയൊക്കെയും സുദീർഘമായ ജീവിതയാത്ര തന്നെയാണ് അവരുടെയൊക്കെയും സന്ദേശം. ദീർഘവീക്ഷണം കൊണ്ട് അവരെല്ലാവരും സംഭാവന ചെയ്തതാണ് ഇന്നത്തെ ഈ ഇന്ത്യയെ. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.